ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജുവും രാഹുലും കൂടി വീണ്ടും തന്നെ തിരിച്ച് മൃദുലിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്തായാലും വിവേകും വർഷയും വന്നാൽ കൂടെ വരാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അഞ്ജു പോയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം അവരുടെ ഒരു ഫസ്റ്റ് നൈറ്റും കൂടിയാണ് കേട്ടോ അവിടെയുള്ളത്. അതിനുശേഷം തന്നെ അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വർഷയും വിവേകിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നേരം പുലർന്നു. അങ്ങനെ അവിടെ അവൾ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ കൈ വയ്യാത്തത് കാരണം നന്നായിട്ട് തല തോർത്താനൊന്നും സാധിക്കുന്നില്ല. വിവേകാണെങ്കിലോ ആ ഒരു ടവൽ വാങ്ങിച്ചതിന് ശേഷം തന്നെ വർഷയ്ക്ക് തല തോർത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വർഷയ്ക്ക് വിവേകിൻ്റെ കെയറിങ്ങും ഒക്കെ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ അവിടെ ഒരു വനദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിവേകിനോട് പറയുന്നുണ്ട്, ഈ ഒരു ക്ഷേത്രത്തിൽ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും, അത്രയും ശക്തിയുള്ള ദേവിയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വിവേകിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വർഷ വിവേകിനോടായിട്ട് ചോദിക്കുന്നു, എന്താ ഇത്ര സീരിയസ് ആയിട്ട് വിവേക് പ്രാർത്ഥിച്ചത്? എനിക്ക് തൻ്റെ ഭാര്യയായിട്ട് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഈ ദേവി എനിക്ക് നടത്തി തരട്ടെ. അത്ര ശക്തിയുള്ള ദേവിയാണെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് നീ തന്നെ വരണം എന്ന ആഗ്രഹമാണ് കേട്ടോ വിവേക് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതും കൂടെ കേൾക്കുന്ന വർഷയ്ക്ക് വിവേകിനോട് ഒത്തിരി സ്നേഹം കൂടുക കേട്ടോ ചെയ്യുന്നത്. ഇനി എന്തായാലും വിവേകിൻ്റെയും അതുപോലെ വർഷയുടെയും പ്രണയം തുടങ്ങാനായിട്ട് പോവാണ്. കാരണം ശിവ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞല്ലോ. ഇനി ശിവയുടെ ശല്യം ഉണ്ടാവില്ല. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ കഴിയുന്നത്. നാളെ കിടലൻ ഒരു എപ്പിസോഡായിട്ട് കാണാം കേട്ടോ.